5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. ഞാൻ ഇന്നൊരു വളരെ വ്യത്യസ്തമായ ഒരു വിഷയം ആണ് സംസാരിക്കുന്നത്. സാധാരണ നമ്മൾ രാഷ്ട്രീയവും അതുപോലെ തന്നെ ക്രൈമും മറ്റൊരുപാട് സാമൂഹിക സാംസ്കാരിക കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡ് കാണുന്നു. അതൊരു നല്ല ട്രെൻഡ് അല്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കാൻ പോകുന്നു, നല്ല കാര്യമാണ്. പെൺകുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ ആദ്യമൊക്കെ പറയുമായിരുന്നു ഞങ്ങൾക്ക് ജോലി കിട്ടട്ടെ. അപ്പോൾ അവർ പഠിക്കുന്നു, പഠിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞ് ജോലി കിട്ടട്ടെ. പക്ഷേ ജോലി കിട്ടുന്ന സ്റ്റേജ് എത്തിയാൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഹയർ സ്റ്റഡീസിലേക്ക് എത്തി, ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർമാർ, ടെക്കിനായവർ, അല്ലെങ്കിൽ MDക്കായവർ, അങ്ങനെ ഹയർ സ്റ്റഡീസിന് എത്തി, അല്ലെങ്കിൽ PhD ചെയ്യുന്നവർ, ഹയർ സ്റ്റഡീസിന് എത്തിയ പെൺകുട്ടികൾ പോലും വിവാഹത്തിനൊരു അറപ്പ് കാണിക്കുന്ന, ഒരു മടി കാണിക്കുന്ന ഒരു ട്രെൻഡ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരതിന് ചോദിക്കുന്ന ന്യായം, ശോഭന സിനിമ എന്നുള്ള ശോഭന കല്യാണം കഴിച്ചോ, അല്ലെങ്കിൽ ഇന്ന ആൾ കല്യാണം, ആരുടെയെങ്കിലും എക്സാമ്പിളുകൾ അവർ ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അധ്വാനിച്ച് ജീവിക്കുന്നത് വലിയ സന്തോഷത്തോടും ആനന്ദത്തോടു കൂടി അവസാന കാലം വരെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റേതായ ഘട്ടത്തിൽ ഓരോന്നുണ്ട്. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് തന്നെ ബ്രഹ്മചര്യം വച്ചിട്ടൊരു 20 വയസ്സ് വരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമം, പിന്നെ നമുക്ക് പിന്നെ വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറഞ്ഞ് വിവിധ ഘട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്? വെറുതെ അല്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ശോഭനയുടെ ഉദാഹരണം പറഞ്ഞ പോലെ ലോകത്തിലെ ആളുകളുടെ കണക്കെടുത്താൽ 800 കോടി ആളുകളെ എടുത്താൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 140 കോടി ആളുകൾ എടുത്താൽ, അല്ലെങ്കിൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ എടുത്താൽ എത്ര പേരാണ് വിവാഹം കഴിക്കാത്തത്? വിരലിൽ എണ്ണാവുന്ന, അല്ലെങ്കിൽ 1%, 2% ആളുകളായിരിക്കും വിവാഹം കഴിക്കാത്തവർ. മഹാഭൂരിപക്ഷം ആളുകളും വിവാഹം കഴിക്കുന്നവരാണ്. എന്തുകൊണ്ട് വിവാഹം കഴിക്കണം എന്നുള്ളത് പറയുവാനാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ന്യൂജൻ കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാൻ. നിങ്ങൾ വിചാരിക്കും അയ്യോ വിവാഹം കഴിച്ച് ബുദ്ധിമുട്ടില്ല. അങ്ങനെയല്ല. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾക്ക് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അച്ഛനമ്മ എന്തെല്ലാം ദുഃഖമുണ്ടെങ്കിലും അച്ഛനമ്മ പാർട്ട്ണർ തന്നെയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കേസ് എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ അങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെയല്ല. മഹാഭൂരിപക്ഷത്തിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് കേസ് സ്റ്റഡീസിൽ. അല്ലാതെ ന്യൂനപക്ഷത്തിൻ്റെ സാമ്പിളിംഗ് അല്ല നമ്മൾ നടത്തേണ്ടത്. സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് നോക്കുമ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ ഒരു സാമ്പിളിംഗ് നമ്മൾ നോക്കണം. ന്യൂനപക്ഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ലിവിങ് ടുഗദറൊക്കെ നടത്തും, അങ്ങനെ ലവ് മാരേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛനമ്മമാർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും വീട്ടിൽ പുതിയ കുട്ടികൾ വേണം. പിന്നെ തലമുറകൾ വേണ്ടതിൻ്റെ ആവശ്യം, നമുക്ക് അനാഥ കുട്ടികൾ എടുത്തുകൂടെ എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കാം നമുക്ക്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അച്ഛന് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല, അമ്മയ്ക്ക് പകരം വയ്ക്കാനും മറ്റൊരാളില്ല, മക്കൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരാളില്ല. നമ്മൾ ആപത്ത് വരുമ്പോൾ, പ്രശ്നം വരുമ്പോഴാണ്. എത്ര വേലക്കാരിയെ വെച്ചാലും, എത്ര ആയമാരെ വെച്ചാലും, എത്ര നഴ്സുമാരെ വെച്ചാലും നമുക്കൊരു സാന്ത്വനം തരാൻ, നമ്മൾ കരയുമ്പോൾ കൂടെ കരയാൻ, നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ, നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ, സുഖം പങ്കുവയ്ക്കാൻ, ഒന്ന് പിണങ്ങിയാൽ അടുത്ത നിമിഷം ഒന്ന് വിളിക്കാൻ, പരസ്പരം ഒന്ന് അടിയുണ്ടാക്കാൻ, വഴക്കുണ്ടാക്കാൻ, പാചകം ചെയ്യാൻ, ഒന്നിച്ച് താമസിക്കാൻ, ഒന്നിച്ച് പാട്ടുപാടാൻ, ഒന്നിച്ച് ശയിക്കാൻ, നമുക്കാവശ്യമായ ശാരീരികമായിട്ടുള്ള നമ്മുടെ ഇഷ്ടങ്ങളൊന്ന് നിവർത്തിക്കാൻ ഒക്കെ തീർച്ചയായിട്ടും വിവാഹം ഒരു അനിവാര്യ ഘടകമാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ജോലി പഠിച്ചു, ശരി, സമ്മതിച്ചു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ജോലി കുറച്ചൊരു മെച്യൂർഡ് ആകുമ്പോൾ എല്ലാവരും വിവാഹം കഴിക്കണം. കാരണം അതൊരു തലമുറയുടെ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഹൈന്ദവ കുട്ടികളിലാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ കാണുന്നു എന്നാണ് പഠനങ്ങൾ വരുന്നത്. അപ്പോൾ ഞാനത് ഒരു ആധികാരിക പഠനം പറയുന്നില്ല, പക്ഷേ പല പഠനങ്ങളിലും വരുന്നത് മറ്റു സമുദായങ്ങളെ അല്ലെങ്കിൽ മതങ്ങളെ അപേക്ഷിച്ച് ഹൈന്ദവ കുട്ടികളിലാണ് ഇങ്ങനെ കൂടുതൽ. കാരണം അത് വേറൊന്നും കൊണ്ടുമല്ല, വലിയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു മതമാണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ വിശ്വസിക്കുക, ഈശ്വരനിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുക ഒക്കെ ചെയ്യാം, അങ്ങനെ ഒരു മതമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വിവാഹം എന്ന് പറയുന്നത് ഒരു അനിവാര്യതയാണോ? വിവാഹം കഴിക്കാൻ ജീവിക്കാൻ പറ്റില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ജീവിക്കാൻ പറ്റും. പക്ഷേ വിവാഹത്തിന് അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു സാമൂഹ്യ മൂല്യമുണ്ട്. നമ്മളൊരു കുടുംബമായി പിന്നെ അമ്മയാവുക ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് തന്നെയാണ് അമ്മയാവുക എന്ന് പറയുന്നത്. അതുപോലെ അച്ഛനാവുക എന്നൊക്കെ പറയുന്ന നമുക്ക് ഓരോ ഭാഗ്യമാണ്. എല്ലാവർക്കും അത് കഴിയണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ ഓരോ കാലഘട്ടത്തിൽ വച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് എത്രയോ ആളുകളെ പരിചയമുണ്ട്. ഞാൻ എൻ്റെ ജീവിത അനുഭവം കൊണ്ട് കൂടി സംസാരിക്കുന്നുണ്ട്. എത്രയോ ആളുകൾ എനിക്ക് പരിചയമുണ്ട്. വയസ്സുകാലത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ധാരാളം സ്വത്തൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും കരയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ, ഒരു ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കരയുമ്പോൾ, നമുക്ക് ഒരു സാന്ത്വനം കിട്ടാൻ, നമ്മുടെ ദുഃഖം അതേപടി മനസ്സിലാക്കാൻ, നമ്മുടെ സന്തോഷം അതേപടി മനസ്സിലാക്കാൻ മറ്റൊരു ശക്തിക്കും ഈ ഭൂമിയിൽ കഴിയില്ല. അത് നമ്മുടെ പാർട്ട്ണർക്ക് മാത്രമേ കഴിയൂ. അച്ഛൻ്റെയും അമ്മയുടെയും ദുഃഖം എടുക്കാൻ മക്കൾക്ക് പോലും ചിലപ്പം കഴിയില്ല. അവർ അനാഥ മന്ദിരത്തിലൊക്കെ ആക്കിയിട്ടോ, അല്ലെങ്കിൽ നാട്ടിലെല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ട് വിദേശത്തൊക്കെ താമസിക്കും. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധം അത് മറ്റൊരു ലൈനാണ്, മറ്റൊരു ലെവലാണ്. അത് തീർച്ചയായും അത് അനുഭവിച്ച് തന്നെ അറിയേണ്ട ഒരു സുഖമാണ്. നമ്മൾ എന്തെല്ലാം ദുഃഖങ്ങൾ പറഞ്ഞാലും, എത്ര തന്നെ നമ്മൾ വഴക്കുണ്ടാക്കിയാലും, ഭാര്യാഭർത്തൃ ബന്ധം, അമ്മ മക്കൾ ബന്ധം എന്നൊക്കെ പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ
പെൺകുട്ടികളോട് എനിക്ക് പറയുവാനുള്ളതും ആൺകുട്ടികളോട് പറയാനുള്ളത് എല്ലാവരോടും പറയാനുള്ളത്, വിവാഹം എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ ഘടകമാണ് മനുഷ്യ ജീവിതത്തിൽ. കാരണം അതുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലെത്തുന്നത്. നമുക്ക് ശാരീരിക ആവശ്യങ്ങളുണ്ട്, മാനസിക ആവശ്യങ്ങളുണ്ട്, നമ്മുടെ പണം പങ്കുവെക്കണം, എല്ലാം പങ്കുവെക്കണം. നമുക്കൊരു കെയറിനും ഷെയറിനും ഒരാൾ ഉണ്ടാവുക എന്ന് പറഞ്ഞത്, ആ ആൾ എപ്പോഴും അടുത്തുണ്ടാവുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനമാണ്. നല്ല സുഹൃത്തുണ്ടായ പോരെ എന്നൊക്കെ ചോദിക്കും, അത് പ്രയാസമാണ്. സുഹൃത്തിന് ജോലി കിട്ടും, നമുക്ക് ജോലി കിട്ടും, സുഹൃത്തിന് എന്തെങ്കിലും സംഭവിക്കും, നമുക്ക് അങ്ങനെ പലതരത്തിൽ. അതേസമയം തീർച്ചയായിട്ടും ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ അവർ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറാവും. ആ അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ പുതിയ ജീവിതം നമുക്ക് പടുത്തുയർത്താൻ കഴിയും. അതുകൊണ്ട് ന്യൂനപക്ഷത്തെ കണ്ടുകൊണ്ട് ഭൂരിപക്ഷത്തിൻ്റെ കാണാതിരിക്കരുത്. വിവാഹം എന്ന് പറയുന്നത് ഒരു അനിവാര്യമാണ്. അത് കുഞ്ഞുങ്ങൾ തലമുറകളെ സൃഷ്ടിക്കുന്നതിനാവശ്യമാണ്. നമുക്ക് സുഖമായി ജീവിക്കുമ്പോൾ ഒരുപാട് പരിമിതികളുണ്ടാവും. പക്ഷേ എങ്കിലും പോലും നമുക്ക് അത് നമ്മുടേതായതെന്ന് പറയാൻ, എൻ്റെ സ്വന്തം എന്ന് പറയാൻ നമുക്കുണ്ടാവുക അവസാനം നമ്മുടെ പാർട്ട്ണർ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.